ഹായ് ഡിയേഴ്സ്, ഇത് ഞാൻ മീഷോ ആപ്പിലൂടെ വരുത്തിയതാണ്. മീഷോ ആപ്പ് എനിക്ക് ചുമപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ചുമല ഇങ്ങോട്ടെടുത്ത് വലിച്ചു പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുവരെ ഞാനിത് പൊട്ടിച്ചിട്ടില്ല. ഇത് മേടിച്ചിട്ടിട്ട് ഞാൻ രാജ്യം ചുറ്റാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുമല. ചുമലാസ് അല്ല, അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല. ചുമ്മാ നമുക്ക് കാഷ്വലായിട്ടിടാം. കാഷ്വൽ വിയറിങ്. ചങ്കു ഇത് ഫുൾ കൈയൊക്കെ ഉണ്ട്. ഇതിന് ഭയങ്കര ചീപ്പ് റേറ്റാണേ. മീൻസ് 650 രൂപയേ ഉള്ളൂ. ഇതിൽ ടോപ്പുണ്ട്, പാൻസുണ്ട്. പാൻസ് ഇങ്ങനെ കിടക്കും, ഡാങ് ടൂങ് പോലെ കിടക്കുന്നത്. 650 രൂപയ്ക്ക് നമുക്കിത് മേടിച്ച് വീട്ടിയിട്ടൂടെ, അപ്പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാം. പിന്നെ ഇതിന് ഇപ്രാവശ്യത്തെ ഷോൾ ഇങ്ങനത്തെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നീല മേടിച്ചത് സൂപ്പറായിരുന്നു. പക്ഷെ ഇതത്ര പോരാ. എങ്കിലും 650 രൂപയ്ക്ക് എന്തിന് എടുത്ത് തരുന്നത് അവർ? അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഇടാനും ഉപയോഗിക്കാനൊക്കെ പറ്റും. കൊള്ളാം. അഴുക്കൊന്നും പറ്റി അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീഷോ ആപ്പ് വഴി വരുത്തിയതാണ്. നല്ല കഴുത്തൊക്കെയാണ്. ആദ്യം മേടിച്ച വയലറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മീഷോ താങ്ക് യു സോ മച്ച്. 650 രൂപയൊന്നും കിട്ടൂല, തയ്യക്കൂലി പറ്റൂല. അപ്പോൾ ഓക്കെ. ഇന്നെൻ്റെ മീൻ വറുത്തത് ചൂരമീൻ വറുത്തതെന്ന് വെച്ചാൽ ചൂരമീൻ്റെ കഷണം എടുത്ത് നീളത്തിൽ കുറച്ച് കുരുമുളകും മഞ്ഞളും മുളകും എല്ലാം ചേർത്ത് വെച്ചതാണത്. അടുത്തതിൻ്റെ ചൂരക്കറി. ഇത് ചൂരയുടെ കഷ്ണം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമ്മൾ ഒരു തക്കാളി ഇട്ട് അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലൊരു കറി വെച്ചു. എനിക്ക് ഏത് രാജ്യത്ത് പോയിട്ടും അവിടുത്തെ കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കറിയാണ് ഇഷ്ടപ്പെട്ടത്, നമ്മളെ ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളത്. ഇവക്ക് മീനിൻ്റെ മണം കേട്ടാൽ അവൾ ഓടി വരും. അവൾക്ക് കൊടുക്കിഞ്ഞ് ഓടിപ്പോയാൽ അവിടെ ഇരിക്കും. പിന്നുള്ളത് ഇച്ചിരി മോര് കാച്ചിയതാണ്. കുറേ നാളായി മോരൊക്കെ കുടിച്ചിട്ട്, 10-25 ദിവസമായി. അപ്പോൾ നല്ല പച്ചമുളകൊക്കെ ഇട്ട് നല്ല മഞ്ഞ കളറാട്ടോ, ഈ ലൈറ്റിൻ്റെയാണ്. കറിവേപ്പിലയൊക്കെ നമ്മളെ വീട്ടിലെ കറിവേപ്പിലയൊക്കെ ഇട്ടൊരു മോരൊക്കെ കാച്ചി കറിച്ചട്ടിയിൽ. എന്നിട്ട് നമ്മളെ കടുമാങ്ങ അച്ചാർ പുതിയതിട്ടത്. കടുമാങ്ങ അച്ചാറില്ലാതെ, മാങ്ങയുടെ സീസണിൽ കടുമാങ്ങ അച്ചാറില്ലാതെ ഒരു കറിയില്ല, ചോറുമില്ല മലയാളികൾക്ക്. പിന്നെ നമ്മളെ കറുമുറും പപ്പടം. ഈ പപ്പടകം കടുകൊക്കെ ഇട്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പപ്പടം വറുക്കും. ഈ കിഴുത്ത ഇടുന്നതെന്ന് വെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കാനാണ് ഹോളിട്ട് വെക്കുന്നത്. അപ്പോൾ പപ്പടമായി. പിന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചി കറി ഉണ്ടാക്കി വെച്ചതാണ്. എടുത്തെടുത്ത് ഇത്രയായിട്ടുണ്ട്. ഇഞ്ചിക്കറി അലുവ പോലെ ഇരിക്കുന്നു, കാരണം ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒന്നാം തരം ഇത് പിന്നെ പുഴുങ്ങിയതുണ്ടല്ലോ, എന്തോ അതിൻ്റെ പേര്, നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. അതെന്ന് വെച്ചാൽ നമ്മളെ കരൾ ക്ലീനാക്കും. ഈ ഫാറ്റി ലിവറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ കരളങ്ങ് ക്ലീനാക്കി എടുക്കുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് കരിയാപ്പില ഊരി അതിനകത്ത് വീണു. പിന്നെ അതിനകത്ത് ഞാനൊരു പൊട്ടറ്റോയും കൂടി ഇട്ട് നല്ല വേവ് കിട്ടും. അപ്പം ഇത് നല്ല ടേസ്റ്റിയാണ്. കരളിന് ഏറ്റവും ഉത്തമമാണിത്. കരളിൻ്റെ അസുഖങ്ങൾ അഴുക്കെല്ലാം ഇറങ്ങി പോകും. ഞാനതിങ്ങനെ ഉണ്ടാക്കി വെച്ചു.
ഉച്ചക്കലത്തെ വിഭവങ്ങളാണ് ഡിയേഴ്സ്. പിന്നെ നമ്മളെ ചോറ് നന്നാ വെന്ത്, നല്ല വെന്ത ചോറാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ നമ്മളെ മലയാളികളുടെ മോര് കാച്ചിയതിൽ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങളൊക്കെ വന്ന് വീഡിയോ ഒക്കെ കാണണേ. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാൻ മോര് കാച്ചി ചോറൊക്കെ കഴിക്കട്ടെ. ഇത്രയും കറികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു കറി മാത്രമാണ് ഇഷ്ടം, മീൻ കറി. ഓക്കെ, അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം വീണ്ടും നേരുന്നു. ആരോഗ്യമാണ് പ്രധാനം. നോക്കുക, എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക, ഉണ്ടാകുന്ന ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ ബൈ ബൈ.